സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ച ടെമ്പിൾ ത്രെഷോൾഡ്, ഫ്ലാഗ്സ്റ്റാഫ് ആൻഡ് ആർക്കിടെക്ചറൽ ഹാൾസ് എന്ന പുസ്തകത്തിലെ ഒരു പ്രധാന അധ്യായമാണ്. അതെ, അധ്യായം 2, ധ്വജസ്തംഭവും ബലിക്കൽ മണ്ഡപവും. ശരിക്കും ഒരു ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരം കടന്ന് അകത്തേക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്, അതിന്റെയൊക്കെ അർത്ഥമെന്താണ് എന്നൊക്കെയാണല്ലോ ഇതിൽ പറയുന്നത്. അതെ, ഇത് വെറുമൊരു വഴികാട്ടി പുസ്തകം പോലെയല്ല. ഓരോ നിർമ്മിതിയുടെയും പിന്നിലെ തത്വങ്ങളെക്കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത്. ഒരു ഭക്തന്റെ മനസ്സിനെ അത് എങ്ങനെയാണ് ഒരുക്കുന്നത് എന്നതിനെക്കുറിച്ച്. വളരെ ശരിയാണ്. അപ്പോ നമുക്ക് ആ ഒരു യാത്ര തുടങ്ങാം. ഒരു സാധാരണ ക്ഷേത്ര സന്ദർശനത്തെ കാഴ്ചകൾക്കപ്പുറമുള്ള ഒരു അനുഭവമാക്കി മാറ്റാൻ ഈ പുസ്തകത്തിലെ അറിവുകൾ നിങ്ങളെ എങ്ങനെ സഹായിക്കുമെന്ന് നോക്കാം. തുടങ്ങാം. നമ്മൾ കിഴക്കേ ഗോപുരം കടന്ന് അകത്തേക്ക് കാലെടുത്തു വയ്ക്കുകയാണ്. നിങ്ങൾ ആ വലിയ ചുറ്റമ്പലത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലല്ലേ? പുറത്തെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി ഒരു തരം ശാന്തത. അതെ, സാമ്പ്രാണിയുടെ മണവും ചിലപ്പോൾ മണിനാദവുമൊക്കെയായിട്ട് ആ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ കണ്ണ് ആദ്യം പോകുന്നതെങ്ങോട്ടാണ്? ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന ആ സ്വർണം പൂശിയ ധ്വജസ്തംഭത്തിലേക്ക്. പുസ്തകത്തിൽ ഇതിനെ വെറുമൊരു കൊടിമരമെന്നല്ലല്ലോ പറയുന്നത്. അല്ല, ഏകദേശം ഒരു 80 അടിയോളം ഉയരം വരുന്ന ഈ നിർമ്മിതിയെ ക്ഷേത്രത്തിന്റെ ആത്മീയമായ ആശയവിനിമയ കേന്ദ്രം എന്നാണ് പുസ്തകം വിശേഷിപ്പിക്കുന്നത്. ഒരു സ്പിരിച്വൽ ആന്റിന പോലെ അല്ലേ? അതെ, ഒരു തരത്തിൽ അങ്ങനെ പറയാം. ഭൗതിക ലോകവും ദൈവിക ലോകവും തമ്മിലുള്ള ഒരു പാലം. ഉത്സവ സമയത്ത് കൊടിയേറ്റുന്നത് ഈ സ്തംഭത്തിലാണല്ലോ. അത് ആ ഉത്സവത്തിലേക്ക് ദേവന്മാരെയും മനുഷ്യരെയും ഒരുപോലെ ക്ഷണിക്കുന്നതിന് തുല്യമാണ്. ഈ ആശയവിനിമയ കേന്ദ്രം എന്ന ആശയം കൊള്ളാം. പക്ഷേ പുസ്തകത്തിൽ ഇതിലും ആഴത്തിലുള്ള ഒരു കാര്യം പറയുന്നുണ്ടല്ലോ. ക്ഷേത്രത്തെ മനുഷ്യ ശരീരമായി കാണുന്നൊരു സങ്കല്പം. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. തന്ത്രശാസ്ത്രം അനുസരിച്ച് ക്ഷേത്രം മനുഷ്യ ശരീരത്തിന്റെ ഒരു പ്രതീകമാണ്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടില് ധ്വജസ്തംഭത്തിന്റെ സ്ഥാനം എവിടെയാണ് വരുന്നത്? ശ്രീകോവിൽ ശിരസും ചുറ്റമ്പലം ശരീരവുമാണെങ്കിൽ ധ്വജസ്തംഭം നമ്മുടെ നട്ടെല്ലാണ്, സുഷുമ്നാ നാഡി. ഓഹോ. അതെ, ശരീരത്തിലെ പ്രധാന ഊർജ്ജപാത. അതായത് ക്ഷേത്രത്തിന്റെ ജീവശക്തി സഞ്ചരിക്കുന്ന ഒരു എനർജി ചാനലായിട്ടാണ് ധ്വജസ്തംഭത്തെ കാണുന്നത്. കുണ്ടലിനി ശക്തിയെ സഹസ്രാരത്തിലേക്ക് ഉയർത്തുന്ന ആ പാതയുടെ പ്രതീകം. അതുകൊണ്ടാണ് അതിനിത്ര പ്രാധാന്യം. അപ്പൊ ഭക്തര് അതിനു മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നതിന് പിന്നിലെ കാരണം ഇപ്പൊ കൂടുതൽ വ്യക്തമായി. അത് വെറുമൊരു ആചാരമല്ല. അല്ല, ആ ക്ഷേത്ര ശരീരത്തിന്റെ ഊർജ്ജ കേന്ദ്രത്തോടുള്ളൊരു ബഹുമാനമാണ്. ഇവിടെ പുസ്തകത്തില് ഒരു പ്രായോഗിക നിർദ്ദേശം പറയുന്നുണ്ട്. ആ സ്തംഭത്തിന്റെ ചുവട്ടിലുള്ള തടികൊണ്ടുള്ള പ്ലാറ്റ്ഫോമിലോ പടികളിലോ ചവിട്ടരുത് എന്ന്. അതിന്റെ കാരണം എന്തായിരിക്കും? അതിന് വ്യക്തമായൊരു കാരണമുണ്ട്. ആ പ്ലാറ്റ്ഫോമിനെ വാഹനപീഠം എന്നാണ് പറയുന്നത്. വാഹനപീഠമോ? അതെ, അതായത് പ്രധാന പ്രതിഷ്ഠയുടെ വാഹനത്തിന്റെ ഇരിപ്പിടം. ഒരു ശിവക്ഷേത്രത്തിലാണെങ്കിൽ അത് നന്ദിയുടെ സ്ഥാനമാണ്. വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ ഗരുഡന്റെ. ഓ, അപ്പൊ നമ്മളതിൽ ചവിട്ടുമ്പോൾ നമ്മൾ ആ വാഹനത്തിന്റെ സ്ഥാനത്താണ് ചവിട്ടുന്നത്. അത് ആ വാഹനത്തോടും അതുവഴി പ്രധാന പ്രതിഷ്ഠയോടുമുള്ള ഒരു അനാദരവായിട്ടാണ് കണക്കാക്കുന്നത്. ശരി. അതിനാലാണ് അതിനെ സ്പർശിക്കാതെ തൊഴുത് പ്രദക്ഷിണം വയ്ക്കുന്നത്. നമ്മുടെ ക്ഷേത്രയാത്രയുടെ ഒരു ഔദ്യോഗിക തുടക്കം അവിടെ നിന്നാണ്. കൊടിമരം വണങ്ങി മുന്നോട്ടു പോകുമ്പോൾ നമ്മൾ എത്തുന്നത് ബലിക്കൽ മണ്ഡപത്തിലേക്കാണ്. നല്ല ഭംഗിയുള്ള കൊത്തുപണികളൊക്കെയുള്ള കരിങ്കൽ തൂണുകളുള്ളൊരിടം. അതെ, അവിടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പല വലിപ്പത്തിലുള്ള ബലിക്കല്ലുകളാണ്. പുസ്തകത്തിൽ ഇവയെ ക്ഷേത്രത്തിന്റെ ആത്മീയ കാവൽക്കാർ എന്ന് പറയുന്നുണ്ട്. എന്താണ് ആശയം? അതായത് ശ്രീകോവിലിൽ നിന്ന് വരുന്ന ആ ഒരു ദൈവീകമായ ഊർജം, അല്ലെങ്കിൽ ആ പോസിറ്റീവ് എനർജി, അത് പുറത്തേക്ക് ചിതറിപ്പോകാതെ ക്ഷേത്രപരിധിക്കുള്ളിൽ തന്നെ പിടിച്ചു നിർത്തുന്ന ഒരു തരം ആത്മീയ സുരക്ഷാ സംവിധാനമാണിത്. ഒരു എനർജി ഷീൽഡ് പോലെ? ഏകദേശം. പക്ഷേ ഈ കാവൽക്കാർ വെറും സങ്കല്പമല്ല. ഓരോ ബലിക്കല്ലും ഓരോ ദേവതയെയാണ് പ്രതിനിധീകരിക്കുന്നത്. പ്രധാന ബലിക്കല്ല് കഴിഞ്ഞാൽ 8 ദിക്കുകളിലായി കാണുന്നവ അഷ്ടദിക്പാലകരാണ്. അഷ്ടദിക്പാലകർ, അതായത് ഇന്ദ്രൻ, അഗ്നി. അതെ, ഇന്ദ്രൻ, അഗ്നി, യമൻ, നിര്യതി, വരുണൻ, വായു, കുബേരൻ, ഈശാനൻ. 8 ദിക്കുകളുടെയും അധിപതികൾ. അപ്പൊ ഇതൊരു തരം കോസ്മിക് എനർജി ഗ്രിഡ് പോലെയാണല്ലേ? 8 ദിക്കുകളെയും ബന്ധിപ്പിച്ച് ക്ഷേത്രത്തിനു ചുറ്റും ഒരു ഊർജ്ജ കവചം തീർക്കുന്നു. ഇത് ശരിക്കും രസകരമായൊരു കാര്യമാണ്. അല്ലാതെ വഴിയിൽ കാണുന്ന കല്ലുകളല്ല ഇവ. ഒരിക്കലുമല്ല.
ഓരോ ബലിക്കലിനും അതിൻ്റേതായ സ്ഥാനവും ദേവതയും മന്ത്രവുമുണ്ട്. അതുകൊണ്ടാണ് ബലിക്കല്ലുകൾക്ക് മുകളിലൂടെ ശ്രീകോവിലിലെ പ്രതിഷ്ഠയെ ദർശിക്കരുതെന്ന് പറയുന്നത്. ആ ഊർജ്ജകവചത്തെ ഭേദിക്കാൻ പാടില്ല എന്നൊരു സങ്കല്പം. അതെ. നിങ്ങൾ ആ മണ്ഡപത്തിലൂടെ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ദൈവീക കാവൽക്കാർക്കിടയിലൂടെയാണ് കടന്നുപോകുന്നത്. അത് നിങ്ങളുടെ മനസ്സിനെ ഒന്നുകൂടി ഭക്തിയിലേക്ക് അടുപ്പിക്കാൻ സഹായിക്കും. ഈ മണ്ഡപത്തിലെ തിരക്കിനെക്കുറിച്ച് പുസ്തകത്തിലെ ഒരു ചെറിയ കാര്യം പറയുന്നുണ്ടല്ലോ. മറ്റുള്ളവരുടെ ഒഴുക്കിനനുസരിച്ച് നീങ്ങുക, ക്യൂ ഉണ്ടെങ്കിൽ ഒരിടത്ത് തങ്ങി നിൽക്കരുത് എന്നൊക്കെ. ഉണ്ട്. ഇത് കേവലം ആചാരങ്ങൾ എന്നതിലുപരി ഒരു പൊതു ഇടത്തിൽ എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചുള്ളൊരു സാമൂഹിക ചിട്ട കൂടിയല്ലേ? വളരെ ശരിയായൊരു നിരീക്ഷണമാണത്. ക്ഷേത്രദർശനം ഒരു വ്യക്തിപരമായ അനുഭവം മാത്രമല്ല, അതൊരു സാമൂഹിക അനുഭവം കൂടിയാണ്. ശരിയാണ്. എന്റെ ഭക്തി കാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നൊരു ചിന്ത അതിലുണ്ട്. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മറ്റുള്ളവരുടെ സൗകര്യത്തെ മാനിക്കുന്നത് ആ പ്രാർത്ഥനയുടെ ഒരു പ്രായോഗിക രൂപമാണ്. അപ്പോൾ ആ ഒഴുക്കിനൊപ്പം നീങ്ങുന്നത് ഒരു തരത്തിൽ ആ സമൂഹത്തിന്റെ ഭാഗമായി അച്ചടക്കത്തോടെ ഈശ്വരനിലേക്ക് അടുക്കുന്നതിന്റെ പ്രതീകം കൂടിയാണെന്ന് പറയാം. തീർച്ചയായും. ബലിക്കൽ മണ്ഡപം കടന്നാൽ നമ്മൾ പ്രവേശിക്കുന്നത് കുലശേഖര മണ്ഡപത്തിലേക്കാണ്. പുസ്തകത്തിൽ ഇതിനെ കല്ലിൽ കൊത്തിയ സംഗീതം, കേരളീയ വാസ്തുവിദ്യയുടെ മഹാത്ഭുതം എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. അതെ, കുലശേഖര മണ്ഡപം അല്ലെങ്കിൽ സപ്തസ്വര മണ്ഡപം അതൊരു വിസ്മയം തന്നെയാണ്. സപ്തസ്വര മണ്ഡപം, ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് പ്രത്യേകതയെന്ന്. സംഗീതം പൊഴിക്കുന്ന തൂണുകൾ അല്ലേ? അതുതന്നെ. നിങ്ങൾ ആ മണ്ഡപത്തിലേക്ക് കടക്കുമ്പോൾ ഇരുവശത്തും കാണുന്ന വലിയ കരിങ്കൽ തൂണുകളാണ് ഇതിന്റെ പ്രത്യേകത. കാഴ്ചയിൽ സാധാരണ തൂണുകൾ പോലെ തോന്നുമെങ്കിലും ഇതിലെ ചില തൂണുകളിൽ ശരിയായ സ്ഥാനങ്ങളിൽ തട്ടിയാൽ സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ കേൾക്കാൻ സാധിക്കും. സ, രി, ഗ, മ. അതെ, സ, രീ, ഗ, മ, പധാനി. ഈ സ്വരങ്ങൾ കേൾക്കുമെന്നാണ് ഐതിഹ്യം. പുസ്തകം വായിച്ചപ്പോൾ എന്നെ ഏറ്റവും ആകർഷിച്ചതും ഇതുതന്നെ. ഇത് വെറുമൊരു ഐതിഹ്യമാണോ, അതോ ഇതിനു പിന്നിൽ എന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ? കല്ലിൽ നിന്ന് സംഗീതമെന്നത് അവിശ്വസനീയമായി തോന്നാം. പുസ്തകം അതിന്റെ രണ്ട് വശങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഐതിഹ്യം എന്നത് ആ നിർമ്മിതിയുടെ മഹത്വത്തെ തലമുറകളിലേക്ക് കൈമാറാനുള്ളൊരു വഴിയാണ്. പക്ഷേ അതിന്റെ പിന്നിലെ ശാസ്ത്രീയതയാണ് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നത്. അതെന്താണ്? ഇത് സാധാരണ കരിങ്കല്ലല്ല. പ്രത്യേകതരം കല്ലുകൾ തെരഞ്ഞെടുത്ത് അതിന്റെ സാന്ദ്രതയും ഘടനയുമൊക്കെ മനസ്സിലാക്കി ഓരോ സ്വരത്തിനും വേണ്ട കനത്തിലും നീളത്തിലും കൊത്തിയെടുക്കുന്ന ഒരു അസാമാന്യമായ ശില്പകലയാണിത്. ഓഹോ. ഒരു തൂണിന്റെ തന്നെ പല ഭാഗങ്ങളിൽ വ്യത്യസ്ത കനത്തിലായിരിക്കും കൊത്തുപണി. അതിൽ തട്ടുമ്പോഴുണ്ടാകുന്ന കമ്പനങ്ങൾ, അതായത് വൈബ്രേഷൻസ്, അതാണ് ഓരോ സ്വരമായി പുറത്തുവരുന്നത്. അപ്പോ ഇത് ശബ്ദശാസ്ത്രത്തിലും ശിലാശാസ്ത്രത്തിലുമൊക്കെ പുരാതന ശില്പികൾക്കുണ്ടായിരുന്ന അറിവിന്റെ ഒരു വലിയ തെളിവാണ്. തീർച്ചയായും. കല്ലിൽ സംഗീതം കൊത്തിയെടുത്തവരുടെ അറിവ്. എങ്കിലും പുസ്തകത്തിലൊരു മുന്നറിയിപ്പുണ്ട്. സന്ദർശകർ ഈ തൂണുകളിൽ തട്ടിനോക്കാൻ ശ്രമിക്കരുതെന്ന്. അതെ, അത് വളരെ പ്രധാനമാണ്. കാലപ്പഴക്കവും നിരന്തരമായ ഉപയോഗവും കാരണം ഈ തൂണുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാം. ആ മഹാത്ഭുതത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ശരിയാണ്. ആ സംഗീതം കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കല്ലിൽ സംഗീതം ഒളിപ്പിച്ചുവെച്ച ആ അറിവിനെയും കഴിവിനെയും നമുക്ക് മനസ്സുകൊണ്ട് നമിക്കാം. അതെ, ആ മണ്ഡപത്തിലൂടെ നടക്കുമ്പോൾ ശബ്ദവും നിശബ്ദതയും എത്ര മനോഹരമായാണ് വാസ്തുവിദ്യയിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഈ യാത്രയുടെ ഒരു ഘടന നിങ്ങൾ ശ്രദ്ധിച്ചോ? തുറന്ന ചുറ്റമ്പലത്തിൽ നിന്ന് തുടങ്ങി കുറച്ചുകൂടി അടഞ്ഞ ബലിക്കൽ മണ്ഡപത്തിലേക്ക്, അവിടെ നിന്ന് സംഗീതം നിറഞ്ഞതും എന്നാൽ വിശാലവുമായ കുലശേഖര മണ്ഡപത്തിലൂടെ നമ്മൾ പ്രദക്ഷിണ വഴിയിലേക്ക് കടക്കുകയാണ്. അതെ, അതൊരു ഒഴുക്കാണ്. ഇത് ഭക്തന്റെ മനസ്സിനെ പുറം ലോകത്തെ ചിന്തകളിൽ നിന്ന് പതിയെ പതിയെ അകത്തേക്ക് ശ്രീകോവിലിലെ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വാസ്തുവിദ്യാ തന്ത്രം തന്നെയല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ്. ഇതൊരു ബോധപൂർവമായ രൂപകൽപ്പനയാണ്. ഓരോ ഘടനയും നിങ്ങളെ മാനസികമായി അടുത്ത ഘട്ടത്തിലേക്ക് ഒരുക്കുകയാണ്. എങ്ങനെയാണത്? ധ്വജസ്തംഭം നിങ്ങളുടെ ശ്രദ്ധയെ ആകാശത്തേക്ക്, ഒരു ഉയർന്ന തലത്തിലേക്ക് ക്ഷണിക്കുന്നു. ബലിക്കൽ മണ്ഡപം ഒരു സംരക്ഷിത വലയത്തിനുള്ളിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നു. ശരിയാണ്. കുലശേഖര മണ്ഡപം അതിന്റെ അത്ഭുതം കൊണ്ട് നിങ്ങളുടെ ലൗകിക ചിന്തകളെ മാറ്റി ഒരു ആന്തരികമായ ശ്രുതിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇതിനു ശേഷമാണ് നമ്മൾ പ്രധാന പ്രദക്ഷിണ വഴിയിലേക്കെത്തുന്നത്. അതെ, അപ്പോഴേക്കും നിങ്ങളുടെ മനസ്സ് പ്രധാന ദർശനത്തിനായി ഒരുങ്ങിയിട്ടുണ്ടാകും.
അപ്പോ നമ്മളിന്ന് ചർച്ച ചെയ്തത് ഒരു ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടം മുതൽ ശ്രീകോവിലിനടുത്തുള്ള പ്രദക്ഷിണ വഴി വരെയുള്ള യാത്രയാണ്. നട്ടെല്ലായി നിലകൊള്ളുന്ന ധ്വജസ്തംഭ, ഊർജകവചമൊരുക്കുന്ന ബലിക്കല്ലുകൾ, പിന്നെ കല്ലിൽ സംഗീതമൊഴിപ്പിച്ച കുലശേഖര മണ്ഡപം. ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനവും അർത്ഥവുമുണ്ടെന്ന് ഈ പുസ്തകം നമുക്ക് വ്യക്തമായി കാണിച്ചു തരുന്നു. ഇത് വെറുമൊരു കെട്ടിട സമുച്ചയമല്ല, മറിച്ച് ഓരോ ചുവടുവയ്പ്പിലും ആത്മീയമായ അർത്ഥങ്ങൾ ഒളിപ്പിച്ചുവെച്ച നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നൊരു രൂപകൽപ്പനയാണ്. ഭക്തന്റെ മനസ്സിനെ പടിപടിയായി ഏകാഗ്രതയിലേക്ക് നയിക്കുന്ന ഒരു വാസ്തുവിദ്യാശൈലി. അതെ, ഓരോ നിർമ്മിതിയും ഒരു ചിഹ്നമാണ്, ഒരു പാഠമാണ്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ എന്റെ മനസ്സിലൊരു ചിന്ത ബാക്കിയാവുന്നു. കല്ലും തടിയും പോലുള്ള ഭൗതിക വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു കെട്ടിടത്തിന്, ഒരു ഘടനയ്ക്ക്, ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയെയും ശ്രദ്ധയെയും ഇത്രയധികം സ്വാധീനിക്കാൻ എങ്ങനെ കഴിയുന്നു? വാസ്തുവിദ്യയും മനുഷ്യന്റെ ബോധവും തമ്മിലുള്ള ആ ഒരു അദൃശ്യമായ ബന്ധം. അതെ, അതിനെക്കുറിച്ച് നിങ്ങൾ തുടർന്നും ചിന്തിക്കുമെന്ന് കരുതുന്നു. ഒരുപക്ഷെ അടുത്ത തവണ നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ അനുഭവത്തെ കൂടുതൽ ആഴമുള്ളതാക്കിയേക്കാം.